റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത ഫേസ് ലിഫ്റ്റഡ് നിസാൻ മാഗ്നറ്റിലെ കൂടുതൽ ബുക്കിംഗ് ഉള്ള 2 വേരിയൻറ്റുകളാണ്. ഒന്ന് അസെൻറ്റിൻ, ഇത് എൻകണക്റ്റിൻ. ഈ 2 വേരിയൻറ്റുകളിൽ കൂടുതൽ ബുക്കിംഗ് വരാനുള്ളൊരു കാരണം എനിക്ക് തോന്നുന്നത് അസെൻറ്റയിൽ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പഴയ XL വേരിയൻ്റാണ് നമ്മളുടെ അസെൻറ്റ എന്ന് പറയുന്നത്, പഴയ XV വേരിയൻ്റാണ് നമ്മളുടെ എൻകണക്റ്റ. ഇതിൽ വാല്യൂ ഫോർ മണി വേരിയൻ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻകണക്റ്റ വേരിയൻ്റാണ്. കാര്യം അസെൻറ്റ ആൻഡ് എൻകണക്റ്റ വേരിയൻറ്റുകൾ തമ്മിൽ ഏകദേശം ഒരു 50,000-60,000 രൂപയുടെ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. ആ ഒരു പ്രൈസിന് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എൻകണക്റ്റ വേരിയൻറ്റിൽ നിസാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ EVM നിസാൻ അവരുടെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓഫർ സ്റ്റാർട്ട് ചെയ്യുന്നതേ തന്നെ എൻകണക്റ്റ വേരിയൻറ്റിൽ നിന്നാണ്. ഇപ്പോൾ ഓഫറുകളും കൂടി വന്നപ്പോൾ എൻകണക്റ്റ വേരിയൻറ്റ് കൂടുതൽ വാല്യൂ ഫോർ മണി ആയി. ഫേസ് ലിഫ്റ്റഡ് മാഗ്നറ്റിൻ്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മിഡ് വേരിയൻ്റ് ആണെങ്കിലും ടോപ്പ് എൻഡിന് താഴെ നിൽക്കുന്ന വേരിയൻ്റ് ആണെങ്കിലും ബേസ് വേരിയൻ്റ് ആണെങ്കിലും എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് എക്സാക്ട്ലി സെയിം ആയിട്ടാണ് വരുന്നത്. ഏത് വേരിയൻ്റ് എടുത്തു കഴിഞ്ഞാലും അത്യാവശ്യം വേണ്ട ആക്സസറീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ഇതിൽ എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് കളറായിട്ട് തോന്നുന്നത് ഒന്ന് റെഡും മറ്റൊന്ന് നമ്മളുടെ ഈ ഒരു ബ്ലാക്ക് കളറുമാണ്. മാഗ്നറ്റ് എനിക്ക് തോന്നുന്നു റോഡുകളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന 2 കളറുകളും ഇത് തന്നെയാണ്. നമുക്കിനിയും അസെൻറ്റ ആൻഡ് ടെക്ന വേരിയൻ്റെ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ നിന്നുള്ള ഡിഫറൻസ് നോക്കുമ്പോൾ ആകെയുള്ളൊരു ഡിഫറൻസ് വരുന്നത് ഈ ഒരു DRL മാത്രമാണ്. മറ്റെല്ലാ ഫീച്ചേഴ്സും സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. നമ്മുടെ എൻകണക്റ്റ വേരിയൻറ്റിൽ തൊട്ട് നമുക്ക് DRL വരുന്നുണ്ട്. ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാലജനേറ്റർ ഹെഡ്ലൈറ്റ് യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഹാലജനേറ്റർ 10 ഇൻഡിക്കേറ്റേഴ്സ് കാണാം. ഇതിനകത്ത് പാർക്ക് ലൈറ്റ് വരുന്നില്ല, കാരണം DRL വരുന്നത് കൊണ്ട്. ഫോഗ് ലൈറ്റ് ഇതിനകത്തും ഉൾപ്പെടുത്തിയിട്ടില്ല. ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങളെല്ലാം സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിലെ ബമ്പറും എല്ലാ വേരിയൻറ്റുകളും സിമിലർ ആയിട്ടാണ് വരുന്നത്. ഇനി അസെൻറ്റ വേരിയൻറ്റിലേക്ക് വന്നാൽ സിമിലർ ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും പാർക്ക് ലൈറ്റും ഇതിനകത്ത് വരുന്നുണ്ട്. കംപ്ലീറ്റ്ലി ഹാലജനാണ്. DRL വരുന്നില്ല, അതിന് പകരം സിൽവർ ഇൻസെറ്റ് ആണ്. DRL വേണമെങ്കിൽ നമുക്ക് ആക്സസ് റേറ്റ് ചെയ്യാം. ഫോഗ് ലൈറ്റ് ഇതിനകത്തും വരുന്നില്ല. ഫ്രണ്ടിലെ ലുക്ക് കാര്യങ്ങൾ 2 വേരിയൻറ്റുകളിലും സിമിലർ ആയിട്ടാണ് വരുന്നത്. വശങ്ങളിലേക്ക് വരുമ്പോഴാണ് മേജർ ഡിഫറൻസ് വരുന്നത്. നമ്മളുടെ അസെൻറ്റ വേരിയൻറ്റിൽ ഒരു വീൽ കപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. ടയർ സൈസ് കാര്യങ്ങളെല്ലാം സിമിലർ ആയിട്ട് വരുന്നു. എല്ലാ വേരിയൻറ്റുകളിലും 195 60R16 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. അലോയ്സിൻ്റെ ലുക്കൊക്കെ തരുന്ന ഒരു വീൽ കപ്പുകൾ വരുന്നു. നമ്മളുടെ എൻകണക്റ്റയിലേക്ക് വരുമ്പോൾ നമുക്ക് ടോപ്പ് എൻഡിൽ കാണുന്ന സിമിലർ അലോയ് വീലുകളാണ് വരുന്നത്. ആ ഒരു ഡയമണ്ട് കട്ട് അലോയ് വീൽസ് കൊടുത്തിരിക്കുന്നു. നടുക്കൂടി ഒരു നിസാൻ്റെ ലോഗോയുടെ ക്യാപ്പ് കാര്യങ്ങളുണ്ട്. ഇതും 195 60R16 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. ഇപ്പോൾ ബേസ് വേരിയൻ്റ് എടുത്തിട്ട് ടോപ്പ് എൻഡ് വരെയാണെങ്കിൽ നിങ്ങൾക്ക് ടയർ സൈസ് സിമിലർ വരുന്നത് കൊണ്ട് ജസ്റ്റ് ടോപ്പ് എൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അലോയ്സ് മാത്രം പർച്ചേസ് ചെയ്താൽ മതിയാകും. 2 വേരിയൻറ്റുകളിലും ഇൻഡിക്കേറ്റേഴ്സ് മിറേഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളുടെ മിററുകളെല്ലാം ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ടോപ്പിൽ നമുക്ക് ഷാർക്ക് ഫിൻ ആൻറ്റിന കൊടുത്തിരിക്കുന്നു. റൂഫ് റെയിൽസുകളും കാണാം. 2 വേരിയൻറ്റുകളും അതെല്ലാം സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. നമുക്ക് വേറൊരു എടുത്തു പറയേണ്ട ഒരു ഫീച്ചേഴ്സ് നമ്മുടെ എൻകണക്റ്റ വേരിയൻറ്റിൽ കീലെസ് എൻട്രി വരുന്നുണ്ട് എന്നുള്ളതാണ്. കീലെസ് എൻട്രി, പുഷ് ബട്ടൺ സ്റ്റാർട്ട് പോലെയുള്ള ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളുടെ അസെൻറ്റ വേരിയൻറ്റിൽ നമ്മളുടെ നോർമൽ കീ ആണ് വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷനോട് കൂടിയ കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കിൽ നിന്നുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 2 വാഹനങ്ങളുടെയും ബാക്കിൽ നിന്നുള്ള ലുക്കും എക്സാക്ട്ലി സെയിം ആണ്. നമ്മളുടെ ടെക്ന വേരിയൻറ്റോട്ടാണ് ബാക്കിലെ ടൈലൈറ്റിൽ ആ ഒരു LED ടൈലൈറ്റിൻ്റെ എലമെൻറ്റ്സ് കാര്യങ്ങൾ വരുന്നത്. മറ്റെല്ലാ ഫീച്ചേഴ്സും സിമിലർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സ്പോയിലർ കൊടുത്തിരിക്കുന്നു. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് വരുന്നുണ്ട്. ബാക്കിലെ ഗ്ലാസ് വൈപ്പർ ആൻഡ് വാഷർ ആൻഡ് ഡീഫോഗറോട് ഗ്ലാസ്സുകളാണ്. നമ്മുടെ ടൈലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ ഹാലജനാണ്. അതിനകത്ത് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും റിവേഴ്സ് ലൈറ്റും കാണാം. താഴെ നമുക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് വരുന്നതിന് ഈസി ഷിഫ്റ്റ് എന്ന് പറഞ്ഞ ബാഡ്ജും കൊടുത്തിരിക്കുന്നു. റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ ഇവിടെ താഴെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ അസെൻറ്റ വേരിയൻറ്റിലേക്ക് വരുമ്പോൾ ഉള്ള മെയിൻ ഡിഫറൻസ് വരുന്നത് ഇതിലൊരു ആൻഡ്രോയിഡ് സിസ്റ്റമാണ് വരുന്നത്. അതിൻ്റെ ക്യാമറ നമുക്ക് ബമ്പറിൽ ഇൻസെർട്ട് ചെയ്തിരിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. മറ്റെല്ലാം ബാക്കിലെ ലുക്കും സിമിലർ ആയിട്ടാണ് വരുന്നത്. എൻ്റെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് വരുന്നുണ്ട്. 336 ലിറ്ററിൻ്റെ സ്ക്വയറിഷ് ആയിട്ടുള്ള ഒരു ബൂട്ടാണ് നിസാൻ കൊടുത്തിരിക്കുന്നത്. എല്ലാ വേരിയൻറ്റുകളിലും അത് സിമിലർ ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ ബേസ് വേരിയൻറ്റോടെ നമുക്ക് 60/40 സ്പ്ലിറ്റ് സീറ്റ് വരുന്നുണ്ട്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. വേറെ ബൂട്ട് ലൈറ്റോ കാര്യങ്ങളോ പാഴ്സൽ ട്രേ ഒന്നും തന്നെ നമ്മളുടെ അസെൻറ്റ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സ്പെയർ വീല് നോക്കുകയാണെങ്കിൽ എല്ലാ വേരിയൻറ്റുകളിലും സിമിലർ ആയിട്ടുള്ള സ്പെയർ വീലാണ്. 195/80R14. അതായത് പഞ്ചർ ആയി കഴിഞ്ഞാൽ ജസ്റ്റ് അടുത്ത നെക്സ്റ്റ് സർവീസ് സെൻ്റർ വരെ എത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലക്ഷ്യം. നമ്മളുടെ എൻകണക്റ്റ വേരിയൻറ്റിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്താൽ നമ്മൾക്ക് ഇതിനകത്ത് അഡീഷണൽ ആയിട്ടൊരു പാഴ്സൽ ട്രേ കാണാനായിട്ട് പറ്റും. നമ്മളുടെ എൻകണക്റ്റ വേരിയൻറ്റോട്ട് നമുക്ക് പാഴ്സൽ ട്രേ വരുന്നുണ്ട്. ബാക്കിൽ ബൂട്ട് ലൈറ്റും വരുന്നുണ്ട്. മറ്റെല്ലാ ഫീച്ചേഴ്സും സിമിലർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു പാഴ്സൽ ട്രേ നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസ് ആയിട്ട് ചെയ്യാം. ഒരു 1800 തൊട്ട് 2200 വരെയൊക്കെയാണ് അതിൻ്റെ കോസ്റ്റ് വരിക. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ നിന്നുള്ള ഡിഫറൻസ് ചെക്ക് ചെയ്ത് നോക്കാം. ഇൻറ്റീരിയറിലാണ് മേജർ ആയിട്ടുള്ള ഡിഫറൻസ് കൊടുത്തിരിക്കുന്നത്. എൻകണക്റ്റ വേരിയൻറ്റിൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ റിക്വസ്റ്റ്
സെൻസർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് വാക്ക് അവേ ഫീച്ചർ എന്നുള്ള ഫീച്ചറും കൂടിയും നിസാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വാഹനത്തിൻ്റെ അടുത്തുനിന്ന് മാറിപ്പോവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വാഹനം ലോക്ക് ആവുകയും അടുത്തേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അൺലോക്ക് ആവുകയും ചെയ്യുന്ന വാക്ക് അവേ ഫീച്ചർ എൻ കണക്റ്റ വേരിയൻറ്റ് തൊട്ടിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇൻറ്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ബ്ലാക്ക് കളറിലാണ് ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത്. പഴയ മാഗ്നറ്റിൻ്റെ ഇൻറ്റീരിയർ പ്രത്യേകിച്ച് ഡിഫറൻസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നു. 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ, ലോക്ക് ആൻഡ് അൺലോക്ക്, മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ വേരിയൻറ്റ് തൊട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് താഴെയായിട്ട് നമുക്ക് സ്പീക്കർ ഗ്രില്ല് കൊടുത്തിരുന്നു. ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാം. ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. സീറ്റിൻ്റെ വശങ്ങളിലെല്ലാം ആ ഒരു ഡോർ പാഡിൽ കണ്ട ഒരു സെയിം പാറ്റേണിൽ തന്നെ ഉള്ള ഒരു വൈറ്റ് കളർ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. നല്ല കംഫർട്ടായിട്ടുള്ള സീറ്റുകളാണ്. ഇത് AMT വേരിയൻ്റ് ആണ്. നമുക്ക് ഡെഡിക്കേറ്റഡ് ഉള്ള ഡെഡ് പെഡൽ കാണാം. ഇവിടെ നമുക്ക് ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടൺ കൊടുത്തിരിക്കുന്നു. ഇനിയും അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എൻ കണക്റ്റ വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയറിൽ നിന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അസൻഡ വേരിയൻ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മേജർ ഡിഫറൻസ് വരുന്നത് ഇൻറ്റീരിയറിലാണ്. കുറച്ചധികം മാറ്റങ്ങളോടുകൂടിയാണ് എൻ കണക്റ്റ വേരിയൻ്റ് ഇൻറ്റീരിയർ വരുന്നത്. ശരിക്കും ഇതിപ്പോൾ ഒരു ടോപ്പ് എൻഡ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിന് സിമിലർ ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പ് എൻഡ് ആയിട്ടുള്ള ഒരു മേജർ ഡിഫറൻസ് നമുക്ക് ഈ സെൻട്രൽ കൺസോളിൽ ഒരു സോഫ്റ്റ് ടച്ച് വരുന്നില്ല എന്നുള്ളത് മാത്രമാണ്. മറ്റെല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നാൽ നമുക്ക് മൾട്ടി ഫംഗ്ഷണലായിട്ടുള്ള ടിൽറ്റബിൾ സ്റ്റിയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇടതുവശമായിട്ട് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും കൊടുത്തിരിക്കുന്നു. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ അവിടെയാണ് ഒരു മേജർ ഡിഫറൻസ് വരുന്നത്. ഇത് ഫുള്ളി ഡിജിറ്റൽ ആയിട്ട് ഒരു 8 ഇഞ്ചിൻ്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അത് RPM മീറ്ററും സ്പീഡോമീറ്ററും എല്ലാം ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം വേണ്ട വെഹിക്കിൾ ഇൻഫർമേഷൻസ് കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റും. അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണുകൾ നമ്മൾക്ക് നമ്മളുടെ സ്റ്റിയറിംഗ് വീലിൽ കൊടുത്തിരിക്കുന്നു. ടയർ പ്രഷർ വാർണിംഗ് ഉൾപ്പെടെ, അതായത് ഏത് ടയറിനാണ് എന്ന് കറക്റ്റ് അറിയാൻ പാകത്തിനുള്ള ടയർ പ്രഷർ വാർണിംഗ് ഉൾപ്പെടെയുള്ള ഫീച്ചേഴ്സും അതിനകത്ത് നിസാൻ കൊടുത്തിട്ടുണ്ട്. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ഡിഫറൻസ് വരുന്ന സെൻട്രലാണ്. ഇത് ആർക്കമിസ് ട്യൂൺ ചെയ്ത ഒരു 8 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ്. അത്യാവശ്യം നല്ല ക്ലാരിറ്റിയാണ് ഇതിനകത്ത് പാട്ട് കാര്യങ്ങൾ കേൾക്കാനായിട്ട്. നമുക്ക് USB കണക്ട് ചെയ്ത് വീഡിയോ പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻസും വരുന്നുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇതിനകത്ത് നിസാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനകത്ത് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു റിവേഴ്സ് ക്യാമറയും വരുന്നുണ്ട്. അതിനകത്ത് അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസോട് കൂടിയ റിവേഴ്സ് ക്യാമറയാണ്. ആ ക്യാമറയിൽ വേറെ പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് അങ്ങനെ തന്നെ ഉൾപ്പെടുത്തില്ല. അതിൻ്റെ ബ്രൈറ്റ്നസ് കാര്യങ്ങളൊക്കെ കൂട്ടാനും ഗൈഡ് ലൈൻസ് ഓഫ് ചെയ്യാനുള്ള ഒരു ഫീച്ചർ മാത്രമാണ് വരുന്നത്. എന്തായാലും കമ്പാരിറ്റീവ്ലി ടോപ്പ് എൻഡ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 360 പോലെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് റിവേഴ്സ് ക്യാമറ മാത്രം കൊടുത്തിട്ടുണ്ട്. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ ബാക്കിൽ ഡീഫോഗറിൻ്റെ ബട്ടൺ കാണാം. ഹസാർഡ് ലൈറ്റിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. നമ്മളുടെ സെൻട്രൽ ലോക്കിങ്ങിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. താഴെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് ഈ വേരിയൻറ്റിൽ. ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞത് ലോക്ക് ആൻഡ് അൺലോക്ക് വാക്കബിൾ ഫീച്ചറോട് കൂടിയ ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള 2 കീ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. ഇവിടെ താഴെ നമുക്ക് ഒരു 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ USB കണക്ട് ചെയ്യാനുള്ള USB കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ്. ഇത് AMT വേരിയൻ്റ് ആണ്. അതിൻ്റെ ഗിയർ ലിവർ കാണാം. സെൻറ്ററിൽ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. സെൻറ്റർ ആംബ്രസ്റ്റ് വരുന്നുണ്ട്. അതിനകത്ത് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല കംഫർട്ടായിട്ടുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ്രസ്റ്റോട് ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റുകളാണ്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. കോ ഡ്രൈവർ സൈഡ് സൺറൈസസ് വിത്ത് മിററാണ് വരുന്നത്. നമുക്ക് ഫ്രെയിംലെസ് ആയിട്ടുള്ള IR VMs വരുന്നുണ്ട്. ഓട്ടോ ഡിമ്മിംഗ് ഉള്ള ഫ്രെയിംലെസ് ആയിട്ടുള്ള IR VMs സ്റ്റാർട്ട് ചെയ്യുന്നതും നമ്മളുടെ എൻ കണക്റ്റ വേരിയൻറ്റിലാണ്. ഡ്രൈവർ സൈഡിൽ നമുക്ക് സൺവൈസേഴ്സ് വരുന്നുണ്ട്. ജസ്റ്റ് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് വരുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞ രീതിയിൽ ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്കിൽ അത്യാവശ്യം വേണ്ട സിമിലർ ഫീച്ചേഴ്സ് വരുന്ന ഒരു വേരിയൻറ്റ് ശരിക്കും നമ്മുടെ എൻ കണക്റ്റ വേരിയൻ്റാണ്. ഇനി നമുക്ക് അസൻഡ വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയറിലെ ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. നമ്മൾ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫുൾ ബ്ലാക്ക് കളറിലുള്ള ഇൻറ്റീരിയർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സോഫ്റ്റ് ടച്ച് കൊടുത്തിരിക്കുന്നു. പക്ഷേ ആ ഒരു ഡോർ പാഡിലുള്ള കളർ ടോണിൽ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. നമുക്ക് ഇവിടെ പവർ വിൻഡോൻ്റെ കൺട്രോൾ, മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്തും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് സ്പീക്കർ ഗ്രില്ല് കാണാം. ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ ഒരു ഡിസൈൻ പാറ്റേണിൽ ചെറിയൊരു ഡിഫറൻസ് കാണാം ഡോർ പാഡിലും സീറ്റിലും. ഇതും AMT വേരിയൻ്റ് ആണ്. അതിൻ്റെ ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടനും ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷനോട് കൂടിയ 2 കീ ആണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അസൻഡ വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പഴയ മാഗ്നറ്റിൻ്റെ സിമിലർ ആയിട്ടുള്ള ഇൻറ്റീരിയറാണ് കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് യാതൊരു ഡിഫറൻസും കൊണ്ടുവന്നിട്ടില്ല. ഇപ്പോൾ സെൻട്രൽ കൺസോളിലാണെല്ലാം ഫുൾ ബ്ലാക്ക് കളർ കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ ബേസ് വേരിയൻറ്റ് വേണ്ട, അതിനേക്കാളും കുറച്ചും കൂടി ഫീച്ചേഴ്സ് ഉള്ളൊരു സെക്കൻഡ് വേരിയൻറ്റ് വേണം എന്നുള്ളവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വേരിയൻ്റാണ് ശരിക്കും നമ്മളുടെ ഈ അസൻഡ വേരിയൻറ്റ്.
ഇതിലെ ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് വീല് മൾട്ടി ഫംഗ്ഷനിലാണ്. നമുക്ക് ഇടതുവശത്ത് മ്യൂസിക്കിൻ്റെ കൺട്രോൾസ് കൊടുത്തിരിക്കുന്നു, മറ്റു അതിലത്രയും കൺട്രോളുകൾ വരുന്നില്ല. ഫോണിൻ്റെ കൺട്രോൾസ് നമുക്ക് കൊടുത്തിരിക്കുന്നത് ഈ വലതുവശത്തായിട്ടാണ്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് ഓട്ടോ വൈപ്പർ, ഓട്ടോ ഹെഡ്ലൈറ്റ് പോലുള്ള ഫീച്ചേഴ്സ് ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഫ്ലാറ്റ് ബോട്ടം സിമിലർ സ്റ്റിയറിംഗ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ ഇൻഫർമേഷൻ ഡിസ്പ്ലേ ആണ് അതിനകത്ത് വരുന്നത്. RPM മീറ്റർ ഇതിനകത്ത് അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു, സ്പീഡോമീറ്റർ ഡിജിറ്റലായിട്ട് വരുന്നു. അതിനകത്ത് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് അറിയാനായിട്ട് പറ്റും. അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണുകൾ ഈ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ തന്നെ ടോഗിൾ ബട്ടൺസ് ആണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ടയർ പ്രഷർ വാണിംഗ് ഇതിനകത്ത് നമുക്ക് അറിയാനായിട്ട് പറ്റും, പക്ഷേ അത് ജസ്റ്റ് ഒരു ഇൻഡിക്കേഷൻ മാത്രമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിനേക്കാളും ഫാർ ബെറ്റർ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എന്ന് നമുക്ക് എൻകണക്റ്റഡ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എന്ന് പറയാം. ഇനി സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 9 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സ്ക്രീനാണ് ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് ഒരു കവർ ഒട്ടിച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു സ്ക്രീൻ തന്നെയാണ് അത്. അതിനകത്ത് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്, അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസോട് കൂടി ഒരു റിവേഴ്സ് ക്യാമറ. അത് ഫുൾ സ്ക്രീനിൽ കിട്ടുന്നത് കൊണ്ട് നമുക്ക് അത്യാവശ്യം വിസിബിലിറ്റി കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. ഈ ക്യാമറ നമ്മൾ ബാക്കിലെ വീഡിയോ ചെയ്തപ്പോൾ കാണിച്ചാൽ ഇത് ബമ്പറിലാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും വിസിബിലിറ്റി നമുക്ക് ലഭിക്കുന്നത്. അതിൽ അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ട്. 4 സ്പീക്കറോട് കൂടിയ സിസ്റ്റമാണ്. നമുക്ക് ആൻഡ്രോയിഡിൻ്റെതായ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡിഫോഗറിൻ്റെ ബട്ടൺ, സെൻട്രൽ ലോക്കിംഗ്, ഹസാർഡ് ലൈറ്റ്, അതിൻ്റെ താഴെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഈ വേരിയൻറ്റിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും വരുന്നില്ല. നമുക്കിവിടെ ഒരു 12 വോട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അത് താഴെ നമ്മുടെ ഓട്ടോമാറ്റിക് ഗിയർ ലിവർ കാണാം, AMT, നമ്മളുടെ കപ്പ് ഹോൾഡേഴ്സ്. സെൻറ്റർ ആംറസ്റ്റ് ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ആ ഒരു സിമിലർ ആംറസ്റ്റ് എനിക്ക് തോന്നുന്നു ആക്സസറൈഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമ്മൾ വേറെ ഏതെങ്കിലും ആഫ്റ്റർ മാർക്കറ്റ് ആംറസ്റ്റ് വേണമെങ്കിൽ ചെയ്യേണ്ടി വരും. നമ്മളുടെ സൺവൈസസിൽ മിറർ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. IRVMs നമുക്ക് മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs ആണ് കൊടുത്തിരിക്കുന്നത്. ഓട്ടോ ഡിമ്മിങ് ഒന്നും തന്നെ വരുന്നില്ല. ഇതിൽ ഫ്രെയിമോട് കൂടിയ IRVMs ആണ്. അങ്ങനെ മറ്റെല്ലാ ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 വാഹനത്തിലും സിമിലർ ഗ്ലോ ബോക്സ് ആണ്. ഓൾമോസ്റ്റ് 10 ലിറ്ററിനടുത്ത് സ്പേസ് ഉള്ള അത്യാവശ്യം ഫീച്ചേഴ്സ് ഉള്ള ഒരു ഗ്ലോ ബോക്സ് കൊടുത്തിരിക്കുന്നു. ഈ നമുക്ക് ഇതിൻ്റെ USB കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ട് കാര്യങ്ങളും, അതായത് നമ്മളുടെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ USB കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ട് നമുക്ക് ഈ ഒരു ഗ്ലോ ബോക്സിനകത്തേക്ക് എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഉള്ള ഒരു ഇന്റീരിയർ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിളിക്കാം. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുമ്പോൾ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. എനിക്ക് ഫുള്ള് തുറക്കാൻ പറ്റുന്നില്ല, ആ പില്ലർ അവിടെ ഉള്ളതുകൊണ്ട്. ഡോർ പാഡിലെല്ലാം നമുക്കിവിടെ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നു. പവർ വിൻഡോൻ്റെ കൺട്രോൾ കാണാം. ബാക്കിൽ നമുക്ക് AC വെൻസ് കാര്യങ്ങളൊന്നും തന്നെ ഈ വേരിയൻറ്റിൽ വരുന്നില്ല. നമുക്കൊരു സെൻറ്റർ ആംറസ്റ്റ് വരുന്നുണ്ട് വിത്ത് കപ്പ് ഹോൾഡേഴ്സ് ആണ്. ഒരു മൊബൈൽ പ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷനും 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകളും കാണാം. നമുക്കിവിടെ ബാക്കിലായിട്ടൊരു റീഡിംഗ് ലൈറ്റും കാര്യങ്ങളും ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മളുടെ എൻകണക്റ്റ വേരിയൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ മെയിൻ ഡിഫറൻസ് വരുന്നത് നമുക്ക് എൻകണക്റ്റ വേരിയൻറ്റിൽ ഒരു 2 AC വെൻസ് ബാക്കിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു USB Type-C ചാർജിങ് പോർട്ടും എൻകണക്റ്റ വേരിയൻറ്റിൽ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. മറ്റെല്ലാ ഫീച്ചേഴ്സും സിമിലർ ആയിട്ടാണ് വരുന്നത്. ഇതിലും നമുക്കൊരു സെൻറ്റർ ആംറസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. അതെനിക്കൊന്ന് ബേസ് വേരിയൻറ്റ് തൊട്ടേ അവൈലബിൾ ആണ്. ഇതിലും നമുക്ക് റീഡിംഗ് ലൈറ്റുകൾ കാണാം. റീഡിംഗ് ലൈറ്റ് ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അകത്തേക്ക് കയറി ഇരുന്ന സ്പേസ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫേസ് സീറ്റ് എൻ്റെ ഹൈറ്റിലാണ് ഫ്രണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് റൂം കാണാം. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ് റൂം ഉണ്ട്. ഏകദേശം ഒരു 10-15 സെൻറ്റിമീറ്റർ നമുക്ക് ഹെഡ് റൂം ബാലൻസ് ഉണ്ട്. വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്കൊക്കെ സുഖമായിട്ടിരുന്ന യാത്രയുള്ള സ്പേസും മാഗ്നറ്റിലെ എല്ലാ വേരിയൻറ്റുകളിലും ലഭിക്കുന്നുണ്ട്. ഫേസ് ലിഫ്റ്റഡ് നിസാൻ മാഗ്നറ്റിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വേരിയൻ്റ് തൊട്ട് ഇപ്പോൾ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ടയർ പ്രഷർ വാർണിംഗ്, അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ബേസ് വേരിയൻ്റ് തൊട്ട് നിസാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ട്രയൽ ആൻഡ് ടെസ്റ്റ് ആയിട്ടുള്ള പഴയ നിസാൻ മാഗ്നറ്റിൽ വന്ന സെയിം എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷൻസ് ആണ് വരുന്നത്. നമ്മളുടെ 1 ലിറ്റർ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ, ആ ഒരു 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ്റെ തന്നെ ടർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിൻ വിത്ത് 5 സ്പീഡ് മാനുവൽ, 5 സ്പീഡ് AMT അല്ലെങ്കിൽ ടർബോ ചാർജ് എഞ്ചിനുള്ള CVT ഗിയർ ബോക്സും അവൈലബിൾ ആണ്. കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് ഏകദേശം മാനുവലിന് ഒരു 20 km/ലിറ്ററും AMTക്ക് സിമിലർ മൈലേജും CVTക്ക് 18 അടുത്താണ് മൈലേജ് വരുന്നത്. റിയൽ ലൈഫിൽ ഏത് വേരിയൻ്റ് ആണെങ്കിലും ഒരു 12-നും 15-നും ഇടയ്ക്ക് മൈലേജ് കിട്ടും. നമ്മുടെ 1 ലിറ്റർ നോൺ ടർബോ വേരിയൻറ്റിന് ഒരു 15-നും 16-നും ഇടയ്ക്കൊക്കെ മൈലേജ് ലഭിക്കുന്നുണ്ട്. മാഗ്നറ്റിൻ്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ EVM നിസാൻ ഇപ്പോൾ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 50,000 രൂപ ഓഫറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിനകത്ത് എക്സ്ചേഞ്ച് ബോണസ്, കോർപ്പറേറ്റ് ഓഫർ, പിന്നെ ഇൻഷുറൻസിലെ ചെറിയ ഡിസ്കൗണ്ട് കാര്യങ്ങൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ആ ഓഫറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ എൻകണക്റ്റ വേരിയൻ്റ് തൊട്ടിട്ടാണ്. നമ്മളുടെ ബേസ് വേരിയൻ്റ് വിസിയ പ്ലസിലോ അസൻഡ വേരിയൻറ്റിലോ യാതൊരു ഓഫറുകളും വരുന്നില്ല. എൻകണക്റ്റ വേരിയൻ്റ് തൊട്ടാണ് ഈ ഓഫറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അസൻഡ വേരിയൻറ്റിൻ്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ബേസ് മാനുവൽ വേരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 8,40,000 രൂപയാണ്. അതായത് 1 ലിറ്റർ നോൺ ടർബോ പെട്രോൾ എഞ്ചിനുള്ള മാനുവൽ വേരിയൻറ്റിന് 8,40,000 രൂപയും അതിൻ്റെ AMT വേരിയൻറ്റിന് 8,95,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്.
അസെൻഡ വേരിയന്റിൽ CVT സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ടർബോയിൽ CVT സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ടർബോയിൽ മാനുവൽ വരുന്നില്ല. CVTക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 11,45,000 രൂപയാണ്. ഇനി എൻ കണക്ട വേരിയന്റിലേക്ക് വന്നാൽ എൻ കണക്ട വേരിയന്റിന്റെ ബേസ് വേരിയന്റ്, അതായത് മാനുവൽ നോൺ ടർബോ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് 9,75,000 രൂപയാണ്. ഇപ്പോൾ 50,000 രൂപയുടെ അടുത്ത് ഓഫർ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് 8,75,000 രൂപയ്ക്ക് ഈ വേരിയന്റ് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു മാനുവൽ വേരിയന്റും നമ്മളുടെ അസെൻഡ വേരിയന്റും തമ്മിലുള്ള ഡിഫറൻസ് ഏകദേശം 30,000 രൂപ മാത്രമാണ്. ആ 30,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ലോട്ട്സ് ഓഫ് ഫീച്ചേഴ്സ് അഡീഷണൽ ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. ഇനി എൻ കണക്ട AMT വേരിയന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് 9,45,000 രൂപ. എല്ലാ ഓഫറുകളും കഴിഞ്ഞിട്ടുള്ള ഓൺ റോഡ് പ്രൈസാണ്. നമ്മളുടെ ടർബോ മാനുവൽ വേരിയന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 10,75 ആയിരുന്നു, ഇപ്പോൾ 10,35 നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാം. അതിൻ്റെ CVTയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം 12,35,000 ആയിരുന്നു, 12,25,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ടോപ്പ് എൻഡിന് തൊട്ട് താഴെ നിൽക്കുന്ന വേരിയന്റാണ് ടെക്ന വേരിയന്റ്. ടോപ്പ് എൻഡ് എനിക്ക് ഒട്ടും വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നിയിട്ടില്ല. അതിൽ കുറച്ചും കൂടിയും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ടെക്ന വേരിയന്റ് ആണ്. ടെക്ന വേരിയന്റിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ നോൺ ടർബോ മാനുവൽ വേരിയന്റിന് 9,95,000 രൂപയും AMTക്ക് 10,30,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. ഇപ്പോൾ ടർബോ മാനുവലിലേക്ക് വന്നു കഴിഞ്ഞാൽ 11,25,000 രൂപ, CVTയിലേക്ക് വന്നു കഴിഞ്ഞാൽ 13,20,000 രൂപ. അപ്പോൾ അസെൻഡ വേരിയന്റിന്റെ പ്രൈസായി, എൻ കണക്ടയായി, ടെക്നയായി. ബേസ് വേരിയന്റിന്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. പ്രൈസിൽ പ്രത്യേകിച്ച് യാതൊരു ഡിഫറൻസ് വന്നിട്ടില്ല. ആ സിമിലർ പ്രൈസ് തന്നെയാണ് ബേസ് വേരിയന്റിന് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ 3 വേരിയന്റുകളിൽ അസെൻഡ, എൻ കണക്ട, ടെക്ന, ഇതിനകത്ത് ഏതെടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് ഈ ഒരു എൻ കണക്ട വേരിയന്റ് ആണ്. നമ്മളുടെ അസെൻഡ വേരിയന്റ് എടുക്കാൻ പോകുന്നവർ ഇപ്പോൾ CVT എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് 80,000 രൂപ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ എൻ കണക്ട വേരിയന്റിലേക്ക് വരാം. എൻ കണക്ട വേരിയന്റിൽ 80,000 രൂപ കൂടുതൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്നത് അലോയ് വീൽസ് വരുന്നുണ്ട്, പുറത്ത് DRL വരുന്നുണ്ട്, ബാക്കിൽ പാഴ്സൽ ട്രേ വരുന്നുണ്ട്. ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കീലെസ് എൻട്രി പുഷ് ബട്ടൺ സ്റ്റാർട്ട് പോലെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതിനകത്ത് വാക്കബിൾ മറ്റ് ഫീച്ചേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഫുള്ളി ഡിജിറ്റൽ ആയിട്ട് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വരുന്നുണ്ട്. ആർക്കമിസ് ട്യൂൺ ചെയ്തൊരു മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. ഫ്രൈംലെസ് ആയിട്ടുള്ള IRVMs വരുന്നുണ്ട്. അങ്ങനെ ആ ഒരു പ്രൈസിന് 80,000 രൂപയ്ക്ക് വെർത്തായിട്ടുള്ള ഫീച്ചേഴ്സ് ശരിക്കും എൻ കണക്ടയിൽ വരുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ ഒരു മാനുവൽ വേരിയന്റ് ആണ് നോക്കുന്നത്, അതായത് നോൺ ടർബോ മാനുവൽ വേരിയന്റ് ആണ് നോക്കുന്നത് എങ്കിൽ ഇത്രയും ഫീച്ചേഴ്സ് 30,000 രൂപ ഡിഫറൻസിൽ നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അതായത് വെറും 30,000 രൂപ അഡീഷണൽ കൊടുക്കുകയാണെങ്കിൽ അസെൻഡയിൽ നിങ്ങൾക്ക് എൻ കണക്ടയിലേക്ക് പോകാം. നിങ്ങൾക്ക് ഒരു വാഹനം എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ അത്രയും ഓഫറുകൾ കിട്ടും. അപ്പോൾ 110% വാല്യൂ ഫോർ മണി ആയിട്ട് നിൽക്കുന്ന വേരിയന്റ് എൻ കണക്ട വേരിയന്റ് ആണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വരുന്നു. മാഗ്നറ്റ് റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. പെരുമ്പാവൂരുള്ള EVM മോട്ടോഴ്സിലെ നമ്പറാണ്. നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പുതിയ വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും ടെസ്റ്റ് ഡ്രൈവിനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അതല്ല നിങ്ങളൊരു എക്സിസ്റ്റിംഗ് നിസാൻ ഓണർ ആണെങ്കിലും നിങ്ങൾക്ക് അവരെ എന്താവശ്യത്തിനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രൈസ് എല്ലാം മാഗ്നറ്റിന്റെ ഇൻട്രൊഡക്ഷൻ പ്രൈസ് ആണ്. അത് ഈ മാസം വരെ ഉള്ളൂ. അടുത്ത കൊല്ലത്തിൽ ജനുവരി തൊട്ട് പ്രൈസ് ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓൾമോസ്റ്റ് 10,000 തൊട്ട് 20,000 രൂപ വരെയുള്ള പ്രൈസ് ഡിഫറൻസ് നിങ്ങൾക്ക് എല്ലാ വേരിയന്റുകളിലും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ മാഗ്നറ്റ് എടുക്കാനാണെങ്കിൽ ബെസ്റ്റ് ടൈം ഈ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ സീസൺ തന്നെയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.